ജപ്പാൻ സമയം രാത്രി 9 മണിയാണ്. എനിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സമയമായി. ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഞാൻ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറണം. ഒരു 20 മിനിറ്റ് പോകാനുണ്ട്. എനിക്കിന്ന് മൊബൈൽ റീചാർജ് ചെയ്യേണ്ട ദിവസമായിരുന്നു. എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് വന്നു. നമ്മുടെ ജപ്പാനിലെ റീചാർജ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ റീചാർജ് നമുക്ക് ഇതുപോലെയുള്ള കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നും ഫാമിലി മാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എല്ലാ കൺവീനിയൻസ് സ്റ്റോറിലും ഇതുപോലെയുള്ള ATM പോലെയുള്ള ഒരു മെഷീൻ ഉണ്ടാവും. ഈ മെഷീനിലാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. എല്ലാ സിമ്മിനും ഒരു സ്മാർട്ട് പിറ്റ് കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അവിടെ കാണിക്കും. സിമ്മിൻ്റെ റീചാർജ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ടിൻ്റെ ഒരു ബില്ല് നമുക്കതിലേക്ക് വരും. ആ ബില്ല് നമ്മൾ ക്യാഷിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ബില്ല് പേ ചെയ്യും. അങ്ങനെ ഞാനിതാ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. 9:18 ഒരു ട്രെയിൻ ഉണ്ട്. ഒരു 12 ആകുമ്പം തന്നെ ട്രെയിൻ വന്നു. ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിരുന്നു. ക്രൗഡൊന്നുമില്ല, ആളൊന്നുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. ഞാൻ റൂമിലേക്ക് എത്തിയ ഉടനെ തന്നെ നേരെ പോയത് കിച്ചണിലേക്കാണ്. കാരണം നല്ല വിശപ്പുണ്ട്. അപ്പം ചോറുണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി രാവിലെ. ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഞാൻ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. കാരണം ഇവിടെ ഫ്രോസൺ ആയതുകൊണ്ട് ഐസ് ഇളകി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പെട്ടെന്ന് ഒരു മസാല റെഡിയാക്കി എടുത്തു. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ അപ്പുറം പോയിട്ട് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ തിളച്ചപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അത് കുറച്ചുകൂടി തിളപ്പിച്ചു. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ആക്കിയത്. കറി റെഡിയായി. ചോറ് നമ്മൾ ബസ്മതി റൈസാണ്. പിന്നെ ഒരു കുറച്ച് സാലഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.